ഇനി MT ഇല്ലാ കാലമാണ്. MTയെ ഓർമ്മിക്കുകയാണ് കലാ രാഷ്ട്രീയ സാംസ്കാരിക ലോകം. MTയുടെ കൃതികൾ വരും തലമുറകളെ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കേരളത്തിന് തീരാ നഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. ഒരു യുഗപ്പൊലിമ മങ്ങി മറഞ്ഞുവെന്ന് മമ്മൂട്ടിയും. നഷ്ടമായത് ഇന്ത്യ കണ്ട മികച്ച എഴുത്തുകാരനെയെന്ന് മോഹൻലാലും അനുസ്മരിച്ചു. എഴുത്തിലൂടെ MT കാലങ്ങളോളം ജീവിക്കുമെന്ന് കമൽഹാസൻ അഭിപ്രായപ്പെട്ടു. എൻ്റെ നാടകങ്ങൾ കാണാനായിട്ട് അദ്ദേഹം ബോംബെയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സംസ്കൃത നാടകങ്ങൾ കാണാനായിട്ട് ഒരുപാട് വർഷത്തെ ബന്ധം എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നിരിക്കുന്ന ആളുമാണ്. മലയാളത്തെയും ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച മഹാപ്രതിഭയുടെ വിടവാങ്ങലാണ് സംഭവിച്ചിരിക്കുന്നത്. സംസ്കാരത്തെ വലിയ തോതിൽ ഉയർത്തിക്കാട്ടാൻ MT ചെയ്ത സേവനം മറക്കാവുന്നതല്ല. ഒരെഴുത്തുകാരൻ്റെ അന്തസ്സും ഗരിമയും അതുപോലെ പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. അങ്ങനെയൊക്കെ മലയാളിക്കും മലയാള സംസ്കാരത്തിനും അങ്ങേയറ്റം സംഭാവനകൾ തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ എഴുത്തുകൊണ്ടും നൽകിയ എഴുത്തെന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമായിട്ടുള്ള വളരെ വിവിധങ്ങളായ മേഖലകളിലെ എഴുത്ത് തന്നെയാണ്. റോസ് ഭയങ്കര ഇഷ്ടമാണ്. പല പടത്തിലും ഈ റോസ് മണക്കുന്ന എൻ്റെ അടുത്തുണ്ട്. അടിച്ച് മനോരമയിൽ അടിച്ചു. റോസ് ഭയങ്കര ഇഷ്ടമാണ്. അത് കയ്യിൽ പക്ഷെ ആരെങ്കിലും കൊടുത്ത് ബൊക്കയൊക്കെ കൊടുത്താൽ അത് കുട്ടികളായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം MTക്ക്. ആരാധനാ മനോഭാവത്തോടെ കണ്ട അപൂർവം ഗതിയുള്ള ഒരാളായിരുന്നു. അങ്ങനെയാണ് ആ കൂട്ടത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത്, ഞാൻ എഴുതുമ്പം എൻ്റെ മുമ്പിൽ എഡിറ്ററില്ല, അനുവാചകരില്ല, എഴുതാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട്. കഥകളിയെ കുറിച്ചിട്ട് നല്ല അവഗാഹമുണ്ട്. കലകളെ കുറിച്ചിട്ട് എല്ലാ പെയിൻറ്റേഴ്സിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ഭൂമിയിലെ മനുഷ്യവാസം, അവൻ്റെ വികാരങ്ങൾ, വിചാരങ്ങൾ, വേദനകൾ, ആശങ്കകൾ, പ്രതീക്ഷകൾ, ഇതെല്ലാം MTയുടെ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ സാധിക്കും. പിന്നെ അതെല്ലാം തോന്നില്ല. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ. എനിക്ക് വാസട്ടിന് ഇപ്പോഴൊന്നും പോവരുത് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ലോകം വളരെ വിശാലമാണ്, വളരെ വിശാലമാണ്. എൻ്റെതൊരു ചെറിയ ലോകമാണ്. അദ്ദേഹം വളരെ വലിയ മനുഷ്യനാണ്. ഈ നഷ്ടം എളുപ്പത്തിലൊന്നും നികത്താൻ കഴിയുന്നതല്ല. ആര് മരിച്ചാലും ഇങ്ങനെ പറയും, അതുപോലെയല്ല പറയുന്നത്. സത്യമാണത് കേട്ടോ.